മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നിവരെല്ലാം ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി മീഡിയാസിനെ കാണുമ്പോൾ അത് ഏർപ്പാട് ചെയ്യുന്നത് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ മീഡിയ വിങ്ങാണ്. അദ്ദേഹത്തിന് പ്രിൻസിപ്പൽ പ്രസ് സെക്രട്ടറി ഉണ്ടാവും, അഡീഷണൽ പ്രസ് സെക്രട്ടറി ഉണ്ടാവും, മീഡിയ അഡ്വൈസേഴ്സ് ഉണ്ടാവും. അവരാണ്. ഇവിടെ കേരള മുഖ്യമന്ത്രി കേരള ഹൗസിൽ വെച്ച് ഹിന്ദു പത്രത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂ ആണ് വിവാദമായത്. ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ് പത്രത്തിൽ അച്ചടിച്ച് വന്ന വിവരങ്ങൾ മുഖ്യമന്ത്രി അറിയാതെ ആ ഇന്റർവ്യൂവിൽ കയറിപ്പെട്ടതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പത്രമാണ് ഹിന്ദു. അവർ ഇന്നലെ അതിൻ്റെ ഒരു വിശദീകരണം കൊടുത്തു. അവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ PR ഏജൻസീസ് നൽകിയതാണ് ഇന്റർവ്യൂവിന് പുറമേയുള്ള കാര്യങ്ങൾ. ആ ഏജൻസീസിൽപ്പെട്ട ആളുകൾ ഇന്റർവ്യൂ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുറിയിൽ ഉണ്ടായിരുന്നു. വിച്ച് വെർഷൻ ഇസ് കറക്റ്റ്? ഹിന്ദു കേരള മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കളവ് പറയേണ്ട ആവശ്യം എന്താണ്? ഇനി അങ്ങനെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനും അദ്ദേഹത്തിനൊരു ദുഷ്പേരുണ്ടാക്കാനും അദ്ദേഹം ഇങ്ങനെ സ്വകാര്യ PR ഏജൻസിയുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പുറത്ത് പറഞ്ഞ് പ്രസിദ്ധപ്പെടുത്തി അദ്ദേഹത്തിന് അപകീർത്തി ഉണ്ടാക്കാൻ വേണ്ടി ഹിന്ദു പത്രം അങ്ങനെ ചെയ്തതാണെങ്കിൽ ആ ഹിന്ദു പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണ്ടേ? അത് തികച്ചും കളവാണ് എങ്കിൽ എന്തേ മുഖ്യമന്ത്രി അതിൽ യാതൊരു നടപടിയും എടുക്കാത്തത്? ഇനി മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയ പ്രബലമായ മീഡിയ വിങ് ഉണ്ടായിരിക്കെ, പ്രസ് അഡ്വൈസർമാരുണ്ടായിരിക്കെ, പ്രസ് സെക്രട്ടറിമാരുണ്ടായിരിക്കെ, അവരുടെ മീഡിയ വിങ്ങിൽ തന്നെ പ്രഗത്ഭമതികളായ പത്രപരിചയമുള്ള മാധ്യമ നേതാക്കന്മാരുണ്ടായിരിക്കെ ഒരു സ്വകാര്യ PR ഏജൻസിയുടെ സേവനം മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തിയത് എന്തിനാണ്? കോവിഡ് കാലത്ത് കേരളത്തിലെ പ്രതിപക്ഷം പ്രബലമായി പറഞ്ഞ ആരോപണങ്ങളിൽ ഒന്നാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് ഒരു PR ഏജൻസിയാണ്. അത് സ്വകാര്യ ഏജൻസിയാണെങ്കിൽ അവർക്ക് പണം കൊടുക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മീഡിയ അഡ്വൈസർമാരും മീഡിയ സെക്രട്ടറിമാരും മീഡിയ വിങ്ങും പ്രവർത്തിക്കുമ്പോൾ എന്തിനാണ് ഇതുപോലുള്ള സ്വകാര്യ PR ഏജൻസികളുടെ സേവനം മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തുന്നത്? ഇനി ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടന്നത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അതെന്തിനാണ് പിന്നീട് മുഖ്യമന്ത്രി നിഷേധിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാം, ഒരു വിമാനത്താവളം ഒരു ജില്ലയിലായി എന്നതുകൊണ്ട് ആ വിമാനത്താവളം വഴി വരുന്ന കുറ്റകൃത്യങ്ങളെല്ലാം ആ ജില്ലയിലെ ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ? നമ്മൾ ടിക്കറ്റ് എടുക്കാണ്ട് തീവണ്ടിയിൽ കയറിയാൽ നമ്മൾ പറയും കള്ളവണ്ടി കയറിയാൽ കൊടും ശിക്ഷ കിട്ടും. വണ്ടി കള്ളമാണോ? അല്ലല്ലോ. ടിക്കറ്റ് എടുക്കാണ്ട് ആളുകൾ കയറുന്ന അവരല്ലേ കുറ്റവാളികൾ. അതിന് നിരപരാധിയായ തീവണ്ടിയെ കുറ്റപ്പെടുത്തുന്നത് പോലെയല്ലേ യാദൃശികമായി കോഴിക്കോട് സർവകലാശാല, കോഴിക്കോട് വിമാനത്താവളം ഇതെല്ലാം അറിയപ്പെടുന്നത് കോഴിക്കോടിന്റെ പേരിലാണ്. പക്ഷെ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. അവിടെ വരുന്നവര് തമിഴ്നാട്ടുകാരുണ്ടാവും, ആന്ധ്രക്കാരുണ്ടാവും, വിദേശികളുണ്ടാവും, മറ്റു ജില്ലക്കാരുണ്ടാവും, മറ്റു സംസ്ഥാനക്കാരുണ്ടാവും. അവരെല്ലാം കുറ്റകൃത്യം ചെയ്താൽ ആ കുറ്റകൃത്യത്തിന്റെ ചുമതല ആ ജില്ലയിലെ നിരപരാധികളായ ജനങ്ങളെ ഏൽപ്പിച്ച് അവരെല്ലാം ക്രിമിനൽസ് ആണ് എന്ന ഒരു ധാരണ അത് മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാളിൽ നിന്ന് വരുന്നത് തികച്ചും തെറ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രി PV അൻവർ പറയുന്ന കാര്യങ്ങളെല്ലാം ആ വസ്തുതകൾ മുഖ്യമന്ത്രി പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രി അത് പറയുന്നത് ഇദ്ദേഹത്തിന്റെ പിന്നിൽ മറ്റേ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ്, മുസ്ലിം തീവ്രവാദി. നമുക്കതല്ല വേണ്ടത്. അങ്ങനെ മുസ്ലിം തീവ്രവാദികളാണെങ്കിൽ അതിന്റെ ഫാക്ട്സ്, ഫിഗേഴ്സ്, സംഭവങ്ങൾ പറഞ്ഞ് അൻവറിന്റെ പേരിൽ നിയമ നടപടി എടുക്കണം. ഇത് മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങൾ വർഗീയവാദിയാണെന്ന്. അതിന് മതിയായ തെളിവുകളും വസ്തുതകളും മുഖ്യമന്ത്രി പുറത്തു പറയണം. സാധാരണ ഒരു നാടൻപുറത്തെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന മാതിരി ഒരു കവല പ്രസംഗം നടത്തുന്നവരായി മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രി PV അൻവറിന്റെ പിന്നിൽ വർഗീയ ശക്തികളാണെന്ന് പറയുമ്പോൾ ഇന്ന വർഗീയ ശക്തികളാണ്, ഇന്ന ഗൂഢാലോചന നടത്തി, ഇന്ന സ്ഥലത്ത് വർഗീയ കലാപം ഉണ്ടാക്കി, അതിന്റെ പേരിൽ ഇന്ന നാശനഷ്ടമുണ്ടായി, ഇന്ന വ്യക്തികൾ തമ്മിൽ തല്ലി മരിച്ചു. ഇന്ന് വരെ PV അൻവറിന്റെ പേരിൽ അങ്ങനെ ഒരു ക്രിമിനൽ കേസ് എടുത്തതായി നമ്മൾ ആരും അറിയില്ല. CPM തന്നെ ഈ നിമിഷം വരെ അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ പറഞ്ഞതല്ലാതെ നമ്മൾ കേട്ടിട്ടില്ല.
അങ്ങനെയാണെങ്കിൽ അത് കേസെടുക്കണം. വർഗീയ ശക്തികളെ പരിപോഷിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ ആക്ട് ആണ്. അതിനെതിരെ നടപടി എടുക്കണം, കേസ് FIR രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ മുഖ്യമന്ത്രി ഒരു മൈതാന പ്രസംഗം നടത്തി ആ മഹത്തരമായ പദവിയെ ചെറുതാക്കി കാണിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്.